ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ മസാല ദോശയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മസാല ആദ്യം ഉണ്ടാക്കുക. അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളകും വേപ്പിലയും കൂടിയും പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉഴുന്നും കടലപ്പരിപ്പും കൂടിയും പൊട്ടിക്കുക. അതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതൊരു ബ്രൗൺ നിറമായിട്ട് വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മാത്രം ഒരു കായത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കണം. ഫുള്ളായിട്ട് ഉടയ്ക്കരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചാൽ മതി, നമ്മൾ മസാല ദോശയിലൊക്കെ ഇരിക്കുന്ന ആ പാകത്തിന്. എന്നിട്ട് ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് മാത്രം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ എരിവുള്ള ചട്നിയാണ് ഇതിൻ്റെ ഉള്ളിൽ പരട്ടാനുള്ള. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അത് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളകും കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്ത് അതും കൂടി വറുത്തെടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് അതും കൂടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായി ഇതുപോലെ അരച്ചെടുക്കുക. മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത ശേഷം പാൻ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ ദോശ ഒഴിക്കുക. ഇതേപോലെ ഇരിക്കണം മാവ്. എന്നിട്ട് നമ്മൾ പാൻ ചൂടാക്കി അതിലോട്ട് ദോശ പരത്തുക. ദോശ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇനി നമ്മൾ അതിൻ്റെ മേലെ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേലെ നെയ്യ് പുരട്ടി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് നെയ്യ് പുരട്ടണം. നെയ്യ് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ചമ്മന്തി ഉണ്ടല്ലേ, അത് ഇതിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ മസാലയും കൂടിയും വെച്ചിട്ട് നമ്മൾ മടക്കിയെടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് 2 സ്റ്റൈൽ കാണിച്ചു തരാം. ഇതുപോലെ ഒരു പ്രാവശ്യം മടക്കിയെടുക്കുക. ഇനി ഒരെണ്ണം നമ്മൾ ഇതേപോലെ ഒരു ട്രയാങ്കിൾ പോലെ മടക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മൾ മൈസൂർ മസാല ദോശ റെഡിയായി. കുറച്ചൊരു സ്പൈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.